വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോയാ പുലാവാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സോയ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 കപ്പ് സോയ എടുക്കാം. സോയ ഞാനിവിടെ 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് 3 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് 1 തൊട്ട് 1.5 കപ്പ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയം തന്നെ നമുക്ക് 1 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഞാനിവിടെ സോയ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ബേ ലീഫ്, 1 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പൂ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 1 മീഡിയം സൈസ്ഡ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വേഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ മുൻപ് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് 1 മീഡിയം സൈസ്ഡ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. സോയ മാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലാതെ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 1 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇതിന് പകരം ഫ്രോസൺ ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ മുൻപ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച സോയ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സോയ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. സോയയിൽ നല്ലപോലെ വെള്ളം കാണും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പുലാവിന് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പുതിന ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലായതുകൊണ്ട് ഞാൻ അരിഞ്ഞൊന്നുമല്ല ചേർത്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിയാണ് ഞാനിവിടെ ബസ്മതി അരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ റൈസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പോൾ 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് തിള വീഴുമ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. താല്പര്യമുള്ളവർക്ക് പുതിന ലീവ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം 1 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ സോയ പുലാവ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുന്ന ആ സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ടല്ല, ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ആവിയൊക്കെ പോയി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോയ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്